മലയാളക്കരയിലെ മൊത്തം ജിഹാദികളുടെയും കൽബും കരളുമായി മാറിയ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മീഡിയ വൺ ചാനൽ സംപ്രേഷണം തുടങ്ങിയിട്ട് 13 വർഷം പിന്നിട്ടു. നമുക്ക് നീ 13 ജന്മം കോളം പിടിക്കൂല. ഈ ചാനലിന്റെ ജീവാത്മാവും പരമാത്മാവുമായ സി ദാവൂദ് ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ വിഷയം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് വളരെ ആലോചനാമൃതമായി. കാളകൂടങ്ങൾക്കെതിരെ 13 വർഷം എന്നാണ് അദ്ദേഹം എഴുതിയത്. എന്തൊക്കെയാ വിളിച്ചു പറയണേ? കാളകൂടത്തോടൊപ്പം 13 വർഷം എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ കാളകൂടത്തിന്റെ 13 വർഷം എന്നായാലും തെറ്റില്ല. ദാവൂദ് സാഹിബിനെ ആരെങ്കിലും വർഗീയവാദി എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഭയങ്കര വിഷമം. അദ്ദേഹത്തെ കൊടും വിഷം, കാളകൂടം അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് എന്ന് വിളിച്ചാൽ പുള്ളിക്ക് ഒരു വിഷമം തോന്നേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ വരുന്നുണ്ട് വൈദ്യുത കാരണം. നമ്മുടെ നാട്ടിലെ ഈ സാമുദായിക സൗഹാർദ്ദം കുഴപ്പത്തിലാക്കുന്നതിൽ ഇവിടെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം അമുസ്ലിം എന്ന ഡിവൈഡ് രൂക്ഷമാക്കുന്നതിന് ഇദ്ദേഹം വഹിച്ച പങ്ക്, അദ്ദേഹത്തിന്റെ ചാനൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ പങ്ക് ആർക്കും നിഷേധിക്കാനോ അവഗണിക്കാനോ പറ്റുന്ന ഒന്നല്ല. ടെലിവിഷൻ വാങ്ങാതിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെല്ലാവരും ടെലിവിഷൻ വാങ്ങുകയും അന്ന് മുതൽക്ക് ഇതിൽ വരുന്ന വാർത്തകളെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് സത്യം വിശ്വസിക്കണം ഏത് അവിശ്വസിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഉണ്ട്. അങ്ങനെ മത തീവ്രവാദികൾ മതമൗലികവാദികൾ ടെലിവിഷൻ ചാനൽ തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനമായിട്ടും കേരളം മാറി. ഏതായാലും മേനോൻ സാർ ഫേമസ് ആയി. ഈ ചാനലിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ, കേരളത്തിലുള്ളവർ, കാശ്മീരിലുള്ളവർ പ്രത്യേകിച്ച് നേരിടുന്ന വലിയ അവഗണന, വലിയ അവഹേളനം, പീഡനം, ഇതേക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പൊലിപ്പിച്ച് 10% അതിന്റെ കൂടെ ഡിവിഡന്റ് കൂടി ചേർത്ത് ആ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ്. ക്യാരക്ടർ പറഞ്ഞാൽ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ന്യൂനപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, അവർക്ക് സർക്കാർ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ അതും ഈ പറഞ്ഞ പോലെ 10% അല്ലെങ്കിൽ 20% ഡിവിഡന്റ് കൂടി ചേർത്ത് ജനങ്ങളിലെത്തിക്കുക. അത് ശരി. അതുപോലെ തന്നെ ഫലസ്തീനിൽ, അവിടെയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടക്കും. ആരാണ് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ഫലസ്തീനിൽ പാവപ്പെട്ട അറബികൾ, അവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ അവഗണനയും സാമ്രാജ്യത്വത്തിന്റെ കൊടും ക്രൂരതയും ഫാസിസ്റ്റുകൾക്ക് മേൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പും പ്രതിരോധവും അതുപോലെയുള്ള സംഗതികളൊക്കെ നമ്മളെ പറഞ്ഞു കേൾപ്പിച്ച് നമ്മളെ കണ്ണീരണിയിക്കുക, വളരെ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറികൾ അടിച്ചു വിടുക, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അവരുടേതായ കലഡോസ്കോപ്പിൽ കൂടി നമ്മളെ കാണിച്ചു തരിക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ചാനലിലാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക ലോകം വളരെ ദരിദ്രമായി പോയി. എന്താ ചെയ്യാ, ഓരോരോ വിധികള്. ഈ ചാനൽ നിലനിൽക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ആളുകളുടെ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ആശയം ആവേശവുമായി മാറാൻ കേവലം 13 കൊല്ലം കൊണ്ട് ഈ ചാനലിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് കൂടാതെ ഒരു സബ് കോൺട്രാക്ട് കൂടി അവർ ഏറ്റെടുത്തിട്ടുണ്ട്. UDFന്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. UDFന്റെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം ഇപ്പൊ മലയാള മനോരമയല്ല, മനോരമ ചാനലും അല്ല, അത് ഈ മൗദൂദി ചാനലാണ്. ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം വേഷം കെട്ടണം. UDFന്റെ സർക്കാർ എന്തുകൊണ്ട് ഇവിടെ നിലവിൽ വരണം? എന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം? എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം? എന്തുകൊണ്ട് പെരുന്നാളിന്റെ അവധി 3 ദിവസം ആക്കണം എന്നൊക്കെ ചോദിച്ചു കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംവിധാനം എന്ന് പറയുന്നത് സിറാജ് പത്രമല്ല, സുപ്രഭാതമല്ല, എന്തിനു പൂട്ടാൻ പോകുന്ന മാധ്യമം പോലുമല്ല, അത് മൗദൂദി ചാനലാണ്. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല, അത് ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ മലയാളികളുടെ തോട്ട് പ്രോസസ്സിനെ ശക്തമായിട്ട് സ്വാധീനിക്കാനും നിർണായകമായിട്ട് സ്വാധീനിക്കാനും കഴിഞ്ഞ ഒരു മഹത്തായ സ്ഥാപനമാണ് ഈ ചാനൽ. പക്ഷെ ഇവിടെ പലരും അങ്ങനല്ല. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് VD സതീശനെ പാടി പുകഴ്ത്തുന്നതിൽ യാതൊരു ലോപവുമില്ലാത്ത ആളാണ്. ഏതാണ്ട് യഹിയ സിൻവറിനെ കുറിച്ച് പറയുന്ന അതേ ആവേശത്തോട്ടാണ് ഇപ്പൊ മൗദൂദി ചാനലും നമ്മുടെ ദാവൂദ് സാഹിബും സതീശനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. പിണറായി വിജയൻ എങ്ങനെയാണ് സംഘപരിവാറുകാരുടെ ഏജന്റായിട്ട് മാറിയത്? എങ്ങനെയാണ് കേരളത്തിലെ പോലീസ് സംഘി പോലീസായിട്ട് മാറിയത്? PV അൻവർ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. നമുക്കതൊന്നും ഉഷാറാക്കണം. അൻവർ പറഞ്ഞതിനെ ഒന്നുകൂടി പൊലിപ്പിച്ച് കുറച്ച് ഡിവിഡന്റ് കൂടി ചേർത്ത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഈ ദാവൂദും സംഘവും വഹിച്ച പങ്ക് നിസ്തുലമാണ്, നിരുപമമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തില്ല. ഇതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ. ഏതായാലും ഈ ചാനലിന് വമ്പിച്ച വിജയം ആശംസിക്കുന്നു. കേരളത്തിൽ 2026 മെയ് മാസത്തിൽ UDFന്റെ സർക്കാർ വരുമ്പോൾ സതീശന്റെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് ദാവൂദിനെ നിയമിക്കണം എന്നൊരു ശുപാർശ കൂടി വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉള്ളത് പറഞ്ഞ ഉറിയും ചിരിക്കും.